Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 26ാമത്തെ ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബി അബൂ ഹുറൈറയാണ്. അദ്ദേഹം പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, കുല്ലു സുലാമ മിനന്നാസി അലൈഹി സ്വദഖ. ഓരോ ശരീരസന്ധിക്കും അനുസരിച്ച് ഓരോ സ്വദഖ വീതം ചെയ്യാൻ മനുഷ്യർക്ക് ബാധ്യതയുണ്ട്. കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, അഥവാ സൂര്യോദയമുള്ള ഓരോ ദിനത്തിലും. തഅദിലു ബൈന ഇസ്നൈനി സ്വദഖ, രണ്ടാളുകൾക്കിടയിൽ നീതി നടപ്പിലാക്കുന്നത് സ്വദഖയാണ്. വ തുഈനു റജുല ഫീ ദാബത്തിഹി, ഒരാളെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നതും. ഫതഹ്മിലുഹു അലൈഹ ഔ തർഫഉ ലഹു അലൈഹ മതാഅഹു സ്വദഖത്തുൻ, അദ്ദേഹത്തിന്റെ ചരക്കുകൾ, സാധനങ്ങൾ വാഹനത്തിൽ കയറ്റാനോ ഇറക്കാനോ സഹായിക്കുന്നതും സ്വദഖയാണ്. വൽ കലിമത്തു ത്വയ്യിബ സ്വദഖ, ഓരോ നല്ല വാക്കുകളും സ്വദഖയാണ്. വബികുല്ലി ഖുത്വത്തിൻ തംശീഹ ഇല സ്വലാത്തി സ്വദഖ, നിസ്കാരത്തിനായി എടുക്കുന്ന ഓരോ ചുവടുകളും സ്വദഖയാണ്. വതുമീതുൽ അദാ അനിത്വരീഖ് സ്വദഖ, പാതയിൽ നിന്നും ദോഷങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നീക്കുന്നതും സ്വദഖയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ളൊരു ഹദീസ്. റിപ്പോർട്ടറായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ തന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഈ ഹദീസ് കഴിഞ്ഞ ഹദീസിന്റെ വിശദീകരണം എന്ന നിലക്കും വായിക്കാവുന്നതാണ്. അള്ളാഹു മനുഷ്യരാശിയെ എങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിന്റെ വലിയൊരു തെളിവാണിത്. സൃഷ്ടാവിൽ നിന്നും ഉദാരമായി ലഭിച്ച മഹത്തായ അനുഗ്രഹങ്ങളോടും ഔദാര്യങ്ങളോടും നമ്മൾ മനുഷ്യർ എങ്ങനെ പ്രതികരിക്കണമെന്നും ഈ ഹദീസ് ഉണർത്തുന്നുണ്ട്. ദാനധർമ്മം ചെയ്യാൻ സമ്പന്നനാവണമെന്നില്ലെന്നത് ഒരിക്കൽ കൂടി റസൂലുള്ളാഹി അടിവരയിടുന്നുണ്ട്. ഓരോ അനുഗ്രഹങ്ങളെയും സദാ നിരീക്ഷിക്കാനും സ്മരിക്കാനും അതിനെക്കുറിച്ച് ബോധവാനാകാനും നമ്മെ തെറ്റിപ്പെടുത്തുന്നുമുണ്ട്. കുല്ലു സുലാമ മിനന്നാസ്, ജനങ്ങളുടെ ഓരോ സന്ധിക്കും അസ്ഥിക്കും, ജോയിൻസിനും ബോൺസിനും സ്വതക്ക ബാധ്യതയാണ്. മറ്റൊരു ഹദീസിൽ കൃത്യമായി സന്ധികളുടെ എണ്ണം 360 ആണെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ജോയിൻസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ശാരീരിക ക്ഷമതയും ഫ്ലെക്സിബിലിറ്റിയും മോഷനും സ്റ്റോക്ക് അബ്സോർപ്ഷനും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധ്യതയേറും. പാമ്പും ചീറ്റയും പൂച്ചയും ഒക്കെ പല കാര്യങ്ങളിലും നന്നായി പെർഫോം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതേസമയം അപകട സാധ്യത കൂടുതലായിരിക്കും. ഊർജം കൂടുതൽ ചിലവഴിക്കേണ്ടി വരും. സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യും. ഇനി ജോയിൻസുകളുടെ എണ്ണം കുറയുകയും ബലം കൂടുകയും ചെയ്താലോ? അപ്പോൾ സ്റ്റെബിലിറ്റി കൂടും, മൊത്തത്തിൽ ശാരീരിക ആരോഗ്യം വർദ്ധിക്കും, ആനകളെപ്പോലെ. പക്ഷേ മൂവ്മെന്റ് ഫ്ലെക്സിബിലിറ്റിയിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യന്റെ കാര്യമെടുത്താൽ 360 ജോയിൻസുകളാണ് അവനുള്ളത്. അത് ഒരേ സമയം മൊബിലിറ്റിയും സ്ട്രെങ്ത്തും മനുഷ്യന് ഉറപ്പ് നൽകുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ബാലൻസിങ് നടന്നിട്ടുണ്ട് മനുഷ്യന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് കൈകാലുകളിലെ ചെറിയ അസ്ഥികൾ അത് വളരെ ഗംഭീരമായാണ് ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. അത് അവനെ വളരെ വൈദഗ്ധ്യമുള്ളവനാക്കി തീർക്കുന്നു. ഏതു പ്രതലത്തിലും സ്റ്റേബിളായി നിൽക്കാനും ഏത് ആകൃതിയുള്ള വസ്തുവിനെയും കൈപ്പിടിയിൽ ഒതുക്കാനും അവനെ പ്രാപ്തനാക്കുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ബെസ്റ്റ് മോൾഡിൽ, ഏറ്റവും ഫലപ്രദമായ ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രസ്താവ്യം. മറ്റൊരിടത്ത് അള്ളാഹു ചോദിക്കുന്നു, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിനെ കുറിച്ച് അശ്രദ്ധനാകാൻ എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്, നിന്നെ സൃഷ്ടിക്കുകയും പൂർണ്ണമായി രൂപപ്പെടുത്തുകയും കൃത്യമായ അനുപാതം നൽകുകയും ചെയ്തവനായ നിന്റെ റബ്ബിനെ. ഇങ്ങനെ നമ്മിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്നാൽ തിരിച്ചറിവിന്റെ ആഴം കൂടുകയും കൃതജ്ഞതയുടെ തോത് വർദ്ധിപ്പിക്കാൻ നാം പാകപ്പെടുകയും ചെയ്യും. സന്ധികൾക്കനുസരിച്ച് സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ അനുഗ്രഹങ്ങൾക്കും അനുസരിച്ച് നന്ദി കാണിക്കണം എന്നുകൂടിയാണ് അതിനർത്ഥം. ഒരുപക്ഷെ വളരെ വലിയ അപകടങ്ങളും മുറിവുകളും ക്ഷതങ്ങളും ഒക്കെ ഉണ്ടായാൽ നാം അനുഭവിക്കുന്നതിലുമേറെ യാതനയും വേദനയും സന്ധികളിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ ചില സ്ഥാനചലനങ്ങൾ കൊണ്ടും മറ്റും നാം അനുഭവിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോ ജീവിതകാലം മുഴുവൻ നമ്മെ അത് വേട്ടയാടി കൂടെ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഉറക്കമുണർന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്നിങ്ങനെ മന്ത്രിച്ചുകൊണ്ട് ശരീരാവയവങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കണം. എല്ലാം തലേ ദിവസത്തേതുപോലെ തന്നെ പ്രവർത്തനക്ഷമമാണെങ്കിൽ ഏറെ സ്തുതിക്കണം റബ്ബിനെ. ആ ദിവസം മുഴുവൻ അതിന്റെ സന്തോഷവും കൃതജ്ഞതയും പലതരം നന്മകളായി സൽക്കർമ്മങ്ങളായി പ്രകടിപ്പിക്കുകയും വേണം. ഇനി വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ആലോചിച്ചു നോക്കൂ. അസ്ഥികളും സന്ധികളും എല്ലാം വളരെ പ്രധാനം തന്നെയാണ്. അവയ്ക്ക് ശുക്ർ ദിനേന പ്രകടിപ്പിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഇവയേക്കാൾ സുപ്രധാനമായ തലച്ചോർ, ഹൃദയം, പഞ്ചേന്ദ്രിയങ്ങൾ, ചിന്താശേഷി ഇങ്ങനെ തുടങ്ങി മറ്റനേകം മഹാനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നാം എന്തുമാത്രം നന്ദിയുള്ളവരായി തീരേണ്ടി വരും.
വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളും തന്നവരാണ് അല്ലാഹു. മറ്റൊരിടത്ത് വഇൻ തഅഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങൾ ഇത്തരം അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കാൻ ഇറങ്ങിയാൽ തളർന്നു പോകത്തേയുള്ളൂ. പക്ഷേ മനുഷ്യൻ പലപ്പോഴും പല അനുഗ്രഹങ്ങളെയും നിസ്സാരമായി കണ്ട് ഗൗനിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ആരോഗ്യം അക്കൂട്ടത്തിൽ ഏറെ അവഗണിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ്. രോഗാതുരതയിലേക്ക് വഴുതി വീണാലാണ് നാം അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെയും. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ വൽ ഫറാഹ്. മനുഷ്യരിൽ അധിക പേരും ആരോഗ്യത്തെക്കുറിച്ചും ഒഴിവ് സമയങ്ങളെക്കുറിച്ചും വളരെ അശ്രദ്ധാകുലരാണ്. ഓക്കെ, അപ്പൊ ഇവകൾക്കെല്ലാം നാം ശുക്ർ കാണിക്കണം, അതിന് സ്വതക്ക ചെയ്യണം എന്നും ടേം ചെയ്യാം. ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഹദീസിൽ എന്ന പോലെ ഇവിടെയും നമുക്ക് കാണാം. ഒന്ന്, നീതി നടപ്പിലാക്കുക എന്നതാണ്. രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തെറ്റി ഷണ്ട കൂടുന്നത് കണ്ടാൽ അത് സോൾവ് ചെയ്യുക എന്നത് ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. അടുത്ത കാര്യം, അതിലിടപെടുമ്പോൾ മുൻവിധിയോ ഫേവറിസമോ നെപ്പോട്ടിസമോ ഒക്കെ പോലെ മറ്റെന്തെങ്കിലും പക്ഷപാതിത്വമോ ലവലേശം പോലും ഉണ്ടാകാൻ പാടില്ല. തീർത്തും നീതിയുടെ മേൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, വാഹനപ്പുറത്ത് കയറാൻ സഹായിക്കലാണ്. കാറിലോ ബസ്സിലോ കയറാൻ കൈപിടിച്ചു കൊടുക്കുന്നതും വഴിയരികിൽ ബ്രേക്ക് ഡൗൺ ആയ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നതും അവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം കാറിൽ അവരെ ലക്ഷ്യത്തിലെത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് യാത്രാ സഹായം ചെയ്യുക എന്ന് ചുരുക്കി പറയാം. വഴിയിൽ കുടുങ്ങിപ്പോവുക, വിശേഷിച്ച് കുടുംബസമേതം കുടുങ്ങിപ്പോവുക എന്നത് ഒരു ദുസ്വപ്നം പോലെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിലിടപെടണം. സമാനമാണ് ചരക്കുകളും ലഗേജും ഒക്കെ കയറ്റാൻ സഹായിക്കുന്നതും ഇറക്കാൻ സഹായിക്കുന്നതും. മനുഷ്യത്വത്തിന്റെയും സദ്വൃത്ത മനസ്സിന്റെയും വലിയ അടയാളം കൂടിയാണിതെല്ലാം. ഇനി വേറൊന്നാൽ കലിമത്തു ത്വയ്യിബ, സദ്വാക്കാണ്. നല്ല വാക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ തന്നെയാണ്. ഇവിടെ മന്ത്രണം എന്ന അർത്ഥത്തിലല്ല ഞാൻ ദിക്ർ എന്ന പദം ഉപയോഗിച്ചത്, മറിച്ച് എല്ലാ സംസാരങ്ങളും പടച്ചവനിലേക്ക് ഒഴുകിയെത്തുന്നുവെങ്കിൽ അതിനെയൊക്കെയും നമുക്ക് ദിക്ർ എന്ന് പറയാം. ദഅവത്ത് നടത്തലും സലാം പറച്ചിലും പരസ്പരം ദുആ ചെയ്യലും നസീഹത്ത് നടത്തലും ആശ്വാസവാക്കുകൾ ഉച്ചരിക്കലും അധ്യാപനം നടത്തലുമെല്ലാം ഇങ്ങനെ തുടങ്ങി പലതും കലിമത്തു ത്വയ്യിബയുടെ ഭാഗമാണ്. അങ്ങനെ ഇതിനെ നമുക്ക് വല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത്, നിസ്കാരത്തിലേക്കുള്ള ഓരോ ചുവടുവെപ്പും സ്വതക്കയാണെന്നതാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവസാനമായി, വഴിയിൽ നിന്നും ശല്യങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ നീക്കലാണ്. ഈ വചനം നന്നായി നമ്മൾ പഠിച്ചിരുന്നുവെങ്കിൽ ലോകത്ത് ഏറ്റവും വൃത്തിയും സുരക്ഷയുമുള്ള തെരുവുകൾ നമ്മുടെ മുസ്ലിങ്ങളുടേതായി മാറിയേനെ. കുണ്ടും കുഴിയും ഒരു പ്രശ്നമാണ്. അശാസ്ത്രീയ നിർമ്മിതി കാരണമുണ്ടാകുന്ന അപകട സാധ്യതയും പ്രശ്നമാണ്. കാഴ്ചയെ മറക്കും വിധം ഫ്ലക്സ് ബോർഡുകളും മറ്റും വെക്കുന്നതും പ്രശ്നമാണ്. തെമ്മാടികളെയും തെരുവുകുണ്ടകളെയും അഴിഞ്ഞാടാൻ വിടുന്നതും പ്രശ്നമാണ്. അനാവശ്യ കൂട്ടം കൂടലും ബഹളങ്ങളും ഉണ്ടാക്കി യാത്രാവേഗം കുറക്കുന്നതും പ്രശ്നമാണ്. ശബ്ദമലിനീകരണം അത് വേറൊരു പ്രശ്നമാണ്. ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. പാശ്ചാത്യ നാടുകളിലെ റോഡുകളും നമ്മുടെ നിരത്തുകളും തമ്മിൽ ഒരു താരതമ്യം പോലും പലപ്പോഴും അർഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഉപദ്രവം ഉണ്ടാക്കരുത് എന്നല്ല, ഉള്ള ഉപദ്രവം നീക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അഥവാ മറ്റാരോ മുഖേന ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മൾ നീക്കണമെന്ന്. സ്വന്തം നിലക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയുക, വഴിവക്കിലിരുന്ന് വായി നോക്കുക തുടങ്ങിയതെല്ലാം അങ്ങേയറ്റം ക്ലേശമായ ശീലങ്ങളാണ്. അതിപ്പോൾ മുഅ്മിനീങ്ങളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളിൽ ഔദാര്യങ്ങളിൽ വളരെ സുപ്രധാനമായ ഒന്നാണ് നമുക്കിങ്ങനെ ധാരാളം സുഹൃതങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നത്. ചില മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒന്നാണ്. ആത്മപീഠയും പരപീഠയും ഒക്കെയാണ് അതിൽ സുപ്രധാനമായ ഘടകങ്ങൾ. നമുക്ക് അങ്ങനെയില്ല. വളരെ ലളിതസുന്ദരമായി ഏത് വിധേനയും സുഹൃതങ്ങളും മോക്ഷവും സ്വന്തമാക്കാനുള്ള ഓപ്ഷൻസ് തുറന്നു വെച്ചിരിക്കുന്ന ധാരാളം വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മനസ്സ് പാകപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഹദീസിലും പഠിച്ചതുപോലെ മനസ്സാണ് പ്രധാനം. എല്ലാ കർമ്മങ്ങളെയും നമുക്ക് മാനസിക നില ശരിപ്പെടുത്തി കഴിഞ്ഞാൽ, പരിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ നന്മയാക്കി സുഹൃതമാക്കി മാറ്റാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.